തീരദേശ റോഡുകളുടെ നിലവാരം ഉയർത്തുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തിയാക്കിയ 1.42 കോടി രൂപയുടെ റോഡുകൾ ഫിഷറീസ്, സാംസ്കാരിക യുവജനക്ഷേമ മന്ത്രി സജി ചെറിയാൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. $31.40 ലക്ഷത്തിന്റെ നായിരമ്പലം 14-ാം വാർഡിലെ കളവമ്പാറ റോഡും 1,01 കോടി രൂപയുടെ എളങ്ങുന്നപ്പുഴ 3, 4, 7 വാർഡുകൾ ഉൾപ്പെടെ കർത്തേടം, പടിഞ്ഞാറെ ആറാട്ടുവഴി റോഡുമാണ് തുറന്നത്. തീരദേശ ജനതയുടെ സാംസ്കാരിക പരിപാടികളുടെ വിളംബരമായ കടൽമിഴി തീരദേശ സർഗയാത്രയുടെ ചെറായിയിലെ വേദിയിലായിരുന്നു റോഡുകളുടെ ഉദ്ഘാടനം. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് തീരദേശത്തെ 1633 റോഡ് നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചതായി മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. 36 പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. 27 നിയോജക മണ്ഡലങ്ങളിലെ 624 റോഡുകൾ ഏറ്റെടുത്തു. 148 കോടി രൂപ ചെലവഴിക്കുകയും ചെയ്തു. വിവിധ മണ്ഡലങ്ങളിലെ നിരവധിയായ മേഖലകളിലെ പദ്ധതികൾക്ക് തീരദേശവാസികളുടെ പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുന്നതായും മന്ത്രി പറഞ്ഞു. KN ഉണ്ണികൃഷ്ണൻ MLA അധ്യക്ഷനായി. നമ്മുടെ ഈ വൈപ്പിൻകര എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ആളുകൾ എല്ലാവരും വൈപ്പിൻ സ്വദേശികളല്ല എന്നറിയാം. പക്ഷെ വൈപ്പിനെയും നമ്മുടെ ഈ മനോഹരമായ കായലിനെയും അതിന്റെ സൗന്ദര്യത്തെയും സ്നേഹിക്കുന്നവരാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മഹാഭൂരിപക്ഷം ആളുകൾ. പ്രകൃതി സൗന്ദര്യം കൊണ്ട് അതിമനോഹരമായ ഒരു ഭൂമികയാണ് നമ്മുടെ ഈ വൈപ്പിൻകര. കടലും കായലും ഉമ്മ വെച്ച് നിൽക്കുന്ന കേരളത്തിന്റെ അപൂർവ പ്രകൃതി സൗന്ദര്യം തുളുമ്പി നിൽക്കുന്ന ഒരു നാടാണ് വൈപ്പിൻ. നമ്മൾ കാണുന്ന ഈ വൈപ്പിന് ബീച്ചുകളുടെ സംരക്ഷണത്തിനുതകുന്ന ജിയോ ട്യൂബ് പദ്ധതി ചെറായിയിലും കൊല്ലത്തും ബജറ്റിൽ അവതരിപ്പിച്ചത് അദ്ദേഹം വിശദീകരിച്ചു. ബീച്ച് കോറിഡോർ പദ്ധതിയും ബീച്ചുകൾക്ക് കരുത്താകും. 340 മീറ്റർ നീളത്തിലും 3 മീറ്റർ വീതിയിലുമാണ് കളവമ്പാറ റോഡ് നിർമ്മിച്ചത്. 170 മീറ്റർ നീളത്തിൽ കോൺക്രീറ്റും അനുബന്ധ കാനയുമുണ്ട്. 1350 മീറ്റർ നീളത്തിലും 4 മീറ്റർ വീതിയിലുമാണ് കർത്തേടം, പടിഞ്ഞാറെ ആറാട്ടുവഴി റോഡ് നിർമ്മിച്ചത്. അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷൈനി എബ്രഹാം റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറി പ്രമോദ് പയ്യന്നൂർ, വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA സാജിദ്, നായിരമ്പലം വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ NK ബിന്ദു, ഹാർബർ എഞ്ചിനീയറിംഗ് മുനമ്പം സബ് ഡിവിഷനിലെ ദൃശ്യമോൾ PB എന്നിവർ സംസാരിച്ചു. SMHSSലെ വിദ്യാർത്ഥികളുടെ തിരുവാതിര കളിയോടെയാണ് കടൽമിഴിക്ക് തുടക്കമായത്. തുടർന്ന് പരിചമുട്ടുകളി, മാർഗം കളി, ചവിട്ടുനാടകം, പുത്തൻപാന, ദേവസ്തുവിളി, വിവിധ നൃത്തരൂപങ്ങൾ എന്നിവ അരങ്ങിലെത്തി. ആബാലവൃദ്ധം ജനങ്ങൾ പരിപാടികൾ ആസ്വദിക്കാനെത്തി.